അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നിർഭയ നിശ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് വാക്ക് സംഘടിപ്പിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഫറാഷ് ടി IPSന്റെ സാന്നിധ്യത്തിൽ പത്മശ്രീ മീനാക്ഷി ഗുരുക്കളും മുൻ ദേശീയ വോളിബോൾ താരം സുജാത എന്നിവരും ചേർന്ന് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. സ്ത്രീകളുടെ രാത്രി യാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച നിർഭയ നിശ പദ്ധതി അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ജില്ലാതല വിന്യാസം നടപ്പിലാക്കും. വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ദ്രുത പോലീസ് സഹായം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്രാ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം, പോൾ ആപ്പിലെ SOS ബട്ടൺ, 112 ഹെൽപ്പ് ലൈൻ, ജില്ലാ കൺട്രോൾ റൂമുകൾ, കൺട്രോൾ റൂം വാഹനങ്ങൾ, ഹൈവേ പെട്രോളിംഗ് യൂണിറ്റുകൾ, പിങ്ക് പെട്രോൾ വാഹനങ്ങൾ എന്നിവയുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി നിർഭയത്വത്തോടുകൂടി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി നിലവിൽ കേരള പോലീസിന്റെ വിവിധ ഭാഗങ്ങളായി മാറിയിട്ടുള്ള ERSS, പോൾ ആപ്പിലെ എമർജൻസി സിസ്റ്റം, പിങ്ക് പെട്രോൾ, കൺട്രോൾ റൂം വെഹിക്കിൾസ്, പോലീസ് സ്റ്റേഷൻ മൊബൈൽ പെട്രോളുകൾ ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാം ഒരു കോർഡിനേഷനോടുകൂടി രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി അവരുടെ അടുത്ത് തന്നെ ഒരു പോലീസിന്റെ പ്രസൻസ് എത്തിക്കുക എന്നുള്ളതാണ് ഈ നിർഭയ നിശ എന്ന പദ്ധതിയോടുകൂടി ഉദ്ദേശിക്കുന്നത്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ ഈ പോൾ ആപ്പ് പോലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയും SOS എമർജൻസി പോലുള്ള ബട്ടണുകൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അടിയന്തരമായിട്ടുള്ള പോലീസ് സഹായം അവർക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് ഈ സാഹചര്യം പരമാവധി ഉപയോഗിച്ച് സുരക്ഷിതമായി സമാധാനത്തോടുകൂടി രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ സ്ത്രീകൾക്കാകട്ടെ എന്നും ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. സ്ത്രീകളുടെ സുരക്ഷയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയും രാത്രി യാത്രകളിൽ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് നിർഭയ നിശ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത്. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ തന്നെ. പക്ഷെ ആ സമയത്തൊക്കെ ഏത് സമയം നമ്മുടെ പോലീസുകാർ ഏത് സമയത്തും ഉണ്ടാകും, അത് ഉറപ്പ് തന്നെ. ഞാൻ എപ്പോഴും പറയും, പോലീസുകാർ എത്ര കഷ്ടപ്പെടുത്താന്ന് നമ്മളെയൊക്കെ ശ്രദ്ധിച്ച് നടക്കുന്നത്. എപ്പോൾ വിളിച്ചാലും അവരെ ഹെൽപ്പ് നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാലും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇന്നത്തെ പെൺകുട്ടികൾ പുറത്തിറങ്ങി പല രാജ്യങ്ങളിൽ ഒറ്റക്കാണ് പോകുന്നത്. പലതും സംഭവിക്കുന്നു. ഒരു പേപ്പർ എടുത്താലോ TV ഓൺ ചെയ്താലോ നമ്മൾ എന്തെല്ലാമോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ശക്തിക്ക് വേണ്ടി, നമ്മളുടെ പ്രതിരോധത്തിന് വേണ്ടി കുറച്ച് കളരിയും പഠിക്കണം. നമ്മളെ ഇപ്പം സമത്വത്തിന് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ, പോലീസ് പുരുഷ വനിതാ സമത്വം. ഞാനും അംഗീകരിക്കുന്നു. നമുക്കും യഥേഷ്ടം രാത്രി ആവശ്യത്തിന് നടക്കാൻ, അനാവശ്യമായിട്ട് നടന്നിട്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. അത് നമുക്കറിയാം, പോലീസുകാരായ നിങ്ങൾക്കും അറിയാം. എന്തായാലും ആവശ്യത്തിന്, നമ്മുടെ അത്യാവശ്യത്തിന് നടക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടാവണം. അതിന് പൂർണ്ണ പിന്തുണ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാക്കും എന്ന് എനിക്കറിയാം. കാരണം വടകര എനിക്കറിയാം, ഒരു വോളിബോൾ പ്ലെയർ എന്ന നിലയിൽ പലപ്പോഴും രാത്രി കാലങ്ങളിലാണ് നമ്മുടെയൊക്കെ സഞ്ചാരം. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഭയമൊന്നും തോന്നാറില്ല. എൻ്റെ നാട്ടിലെ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്കും 12 മണിക്കും 2 മണിക്കും ഒക്കെ പോയ ചരിത്രമുണ്ട്. അപ്പം അതൊന്നും നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ എനിക്ക് പേടിക്കാനില്ല. പക്ഷേ നമുക്ക് വേറൊരു നാട്ടിൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഇത്രയും പുരോഗതി ആർജിച്ച കേരളം തന്നെയാണ്. SI സുമ ജയപ്രകാശ് സ്വാഗതവും ബിന്ദു KP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.